എടുത്തിട്ട് കടന്നൽ കുത്തിയതിന് ശേഷമുള്ള ആ ഓട്ടം തിരിച്ചു തന്നെ ഓട്ടില്ല മോളെ എപ്പോഴും വന്നാലും തിരിച്ചല്ലേ വിടൂല. ആ കിടന്നാ ഇതിപ്പോ അന്ന് പറഞ്ഞു 2 വർഷം മുൻപ്. ആശുപത്രിയിലേക്ക് ചോറ് കൊണ്ടുവന്ന് തിരക്കിലാണ് കേട്ടോ. എന്തായാലും കഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരു കടന്നലിനെ കൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിട്ടാണ് ഉള്ളത്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അമ്മനെ കടന്നൽ കുത്തിയിട്ട് ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന കേട്ടോ. ഈ സംഭവിക്കുന്ന സമയത്ത് ചേട്ടൻ എനിക്ക് ഇങ്ങോട്ട് പുറപ്പെടുന്നേ ഉള്ള ഒരു വയനാട്ടിൽ നിന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് അങ്ങ് ആദ്യം പിടിച്ചു പോയിട്ടാണ്. കാരണം ഇത് എന്താവും അങ്ങനെ ഒരു കഴിഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷമാണ്. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ച് രാവിലെ തന്നെ ആശുപത്രിയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും പോകുകയല്ലേ, അപ്പോൾ ചോറ് എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അമ്മയുടെ കൂടെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അച്ഛൻ രാവിലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. രാത്രി നികിയും ചേട്ടൻ നിന്ന് അവർ രാവിലെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ 3 ചോറും കൂടി എടുത്തേക്കാം. എനിക്കും കൂടി അതിൻ്റെ ഒപ്പം ഒരു പൊതിയും കൂടി ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മിക്കറിയും രാവിലെ തന്നെ ചെമ്മിക്കറിയും വെച്ചു, പിന്നെ പയറുലത്തി, പിന്നെ മുട്ട വറുത്തതൊക്കെ വെച്ച് ഒപ്പിച്ചിട്ടുണ്ട്. ഈ ഒഴുകി പോണത് നമ്മൾ അച്ഛന് വേണ്ടിയിട്ടൊരു മുളകേമന്തി ആക്കിയതാട്ടോ. അച്ഛന് തേങ്ങ അരച്ച ചെമ്മിക്കറിനോടൊന്നും വലിയ താല്പര്യമല്ല. അപ്പോൾ പിന്നെ ഒരു എരിവ് കിട്ടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മുളകേമന്തി അങ്ങനെ ചാലിച്ചാടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് മാത്രം കൂട്ടിയിട്ടേ അച്ഛൻ ചോറിനുള്ളൂ. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പോൾ എന്തായാലും ഓരോ പൊതി ഞാനങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവയപ്പം എന്നോട് പണിക്ക് പോകുന്നതുകൊണ്ട് എന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലാക്കി തരരുതേ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ബസ് കയറി പോവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ഒരു ഇതൊന്നുമില്ല. ഇപ്പോൾ എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അന്നത്തെ അത്രയും ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തേണ്ടി വന്നിട്ടില്ല. അതുതന്നെ ദൈവാനുഗ്രഹം. അപ്പം ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിന് ശേഷം ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത കേട്ടോ. പോവില്ല, എല്ലാ സത്യങ്ങളും കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞ് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞ്, പിന്നെ ഇന്നലെ ഉണ്ടാണ്ടെങ്കിൽ കുറച്ച് നേരം ഉണ്ടാണ്ടെങ്കിൽ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞ്, പിന്നെ ഞാൻ ഒരു സാധനം അവിടെ ചെയ്തിട്ടില്ല, എന്നെ ഓടിച്ചിട്ട് പുറകെ വന്ന് കുത്തിയതാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ചേട്ടൻ ക്യാമറയിൽ നോക്കിയപ്പോൾ സംഭവം എല്ലാം പൊളിഞ്ഞ്. വേറെ ഒന്നല്ല നോക്കിയത്, കാർമെന്തോ ഇതായിട്ട് ചളി എങ്ങനെയാ എന്തോ തെറിച്ചത് അത് നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ആക്കിയപ്പോൾ അമ്മ ഉണ്ടോലും കത്തിയൊക്കെ എടുത്തിട്ട് കടന്നൽ കുത്തിയതിന് ശേഷമുള്ള ആ ഓട്ടം കിട്ടി. അതങ്ങനെ കിട്ടി. അപ്പോൾ അമ്മ ഞങ്ങളോട് എന്താ പറഞ്ഞത്, എൻ്റെ അടുത്തൊന്നും ഞാനൊന്നും ചെയ്തില്ല, അവിടെ പോയി വെറുതെ ഒന്ന് നോക്കി നിന്നേ ഉള്ളൂ, ഞാനൊന്നും ചെയ്തില്ല. അതാ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വെറുതെ പോയി തന്നെ കാടക്കച്ചനെ ഒതുക്കിയിട്ടൊക്കെയാണ് വള്ളി പിടിച്ച് കത്തിയും കൊണ്ട് പോയി. അപ്പങ്ങമ്മ വള്ളി കയറിയപ്പോൾ വള്ളി ഇങ്ങനെ കൊത്തിയതാ. അപ്പം ഒന്നുമില്ലാണ്ട് വെറുതെ ഓടി വന്ന് കടന്നാൽ കൊത്തൂല. അപ്പോൾ അങ്ങനെ കിട്ടിയ പണിയാണ്. അപ്പം ഞാനിപ്പോൾ ചോറുമായിട്ടൊക്കെ വന്നത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ വരുമ്പോൾ 2 ആളുണ്ടായിരുന്നു, അച്ഛനും അമ്മയും അങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടൻ നീക്കും രാവിലെ അങ്ങോട്ട് വീട്ടിലോട്ട് പോയി. അപ്പം അവർ രാത്രി ഇരിക്കുകയായിരുന്നു കേട്ടോ, അവരാണ് രാത്രി ഇരുന്നത്. അപ്പോൾ അച്ഛനുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നു. ഇപ്പം ഞങ്ങൾ 2 ആൾ ഇരിക്കുകയാണ്. അച്ഛന് പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി വണ്ടീൻ്റെ അതിനുവേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഡോക്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഡോക്ടറോട് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്ചാർജൊക്കെ ചോദിച്ചിട്ട് ഇന്ന് വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പം നോർമലാണ്, എല്ലാം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ നോർമലാണ്. ഇനിയിപ്പോൾ അത് ചോദിച്ചിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സിറ്റുവേഷൻസ് അല്ലേ. എല്ലാവരും വള്ളിയും ഇതൊക്കെ എടുത്തിട്ട് കാടും ഒക്കെ എടുത്ത് കുത്താനൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലുള്ള വയ്യാവീരികളൊക്കെ വിളിച്ചു വരുത്തുന്ന പറഞ്ഞാൽ എൻ്റെ അമ്മനെ പോലുള്ള കുറേ ആൾക്കാരുണ്ട് കൈയടങ്ങിയിരിക്കാത്ത അല്ലേ. എന്തിങ്ങനെ കൊത്തിരിക്കണം. സംഭവം നല്ലതാണ്, ബ്ലഡ് ഓട്ടം നല്ലതാണ്. പക്ഷെ നമുക്ക് പറ്റാത്ത സ്ഥലത്തോട്ട് നമ്മൾ പോകരുത്. ഇതിപ്പോൾ അന്ന് പറഞ്ഞു 2 വർഷം മുൻപ്. ഞാൻ മതിൽക്കെട്ടിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കട്ടാക്കി പോയത്. നമ്മൾ വേഗം പറ്റുമ്പോൾ ഞാനാണ് ഇരുന്നത്, രോഗിനെ മാറ്റിയിട്ട് ഞാനിരുന്നത്. പിന്നെ അവിടെ ഇരിക്കും, കുറച്ചങ്ങോട്ട് കയറി ഇരിക്കാം. ഡോക്ടർ വന്നിട്ട് നീ വയ്യായിക ഇല്ലല്ല, വയ്യായിക ഒന്നും ഇല്ലല്ലോ. കിടന്നാ വിടൂലാന്ന്. നമ്മിങ്ങനെ ചിരിച്ച് ഇരിക്കണം, അതാണ് നല്ല വേഗം വിടുള്ളൂ. അല്ല ഞാൻ പ്രസവത്തിലൊക്കെ കയറി എപ്പോഴത്തെ അവർ പറഞ്ഞാൽ ചിരിച്ചു തന്നെ കുട്ടിയില്ല. പ്രസവത്തിന് കയറുമ്പോൾ ചിരിച്ചു കയറുമെന്നല്ലേ. എന്നിട്ട് അവർ പറഞ്ഞാൽ ചിരിച്ചു തന്നെ കുട്ടിയില്ല. മോൾ എപ്പോഴും വന്നാലും ചിരിച്ചല്ലേ വരും. അത് എന്നെ എല്ലാവരും അങ്ങനെ പറയല്. എന്തുണ്ടെങ്കിലും ചിരിച്ചിരിക്കുമല്ലോ. ചിരിക്ക് നമുക്ക് ഒരു ക്ഷാമില്ല. നമ്മളിപ്പോൾ ആശുപത്രിയിൽ നല്ല ചിരിച്ചിരിക്കും. പക്ഷെ ആശുപത്രിയിൽ ഇതുപോലെ ഇരിക്കുമ്പോഴും ഇതുപോലെ ആശുപത്രിയിൽ ഇങ്ങനെ ചിരിക്കാൻ പറ്റണം കേട്ടാ. അതാണൊരു സമാധാനം കേട്ടോ. നമ്മൾ ആശുപത്രിയിൽ കയറിയാലും വന്നിട്ടാ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്, സമാധാനമായിട്ടുണ്ട്.
സമാധാനമായിട്ടുണ്ട് ഇന്ന് ഡോക്ടർ പോകാന്ന് പറഞ്ഞിട്ടാ. ഞാൻ ഡോക്ടർ ആ മുളക് അമ്മന്തി കൂട്ടി കുഴക്ക്. സ്പൂണുണ്ട് അമ്മ. ചെമ്മീൻ എടുക്കും. ചെമ്മീൻ അടിയിലായിരിക്കും വെച്ചാ. ആ അതന്നെ ചെമ്മീൻ കിട്ടി. അമ്മ കൂട്ടെടുത്ത് ചെമ്മീൻ. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് അന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. എനിക്ക് കപ്പങ്ങ പഴുത്താലും ഇല്ല, എനിക്ക് കപ്പങ്ങ വെച്ചാലും ഇല്ല, ഞാൻ ഇതിനും പോകുന്നില്ല എന്നാ പറയുന്നത്. കുറ്റബോധം സ്വയം മനസ്സിലാക്കി അമ്മ പിന്മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ ശരി എന്നാ, ഓക്കെ.